രാവിലെ എനിറ്റപ്പോ തന്നെ അമ്മ അടുക്കളയിൽ എടുക്കത്ത പണി. എനിക്ക് അപ്പുണ്ട വീട്ടിൽ പണിയുള്ള കാരണം അമ്മനോട് സലാം പറഞ്ഞു ഞാൻ നേരെ അപ്പുണ്ട വീട്ടിലേക്ക് ഇട്ട് അവിടെ ചെന്നപ്പോ ശൈലി ചേച്ചി ആട്ടും കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കണം. ഇന്നത്തെ ഇവിടുത്തെ പണി കൽപ്പുടി നേരത്തിലും തോട് കുഴിക്കലായിരുന്നു. ചെന്നപ്പോ തന്നെ ശൈലി ചേച്ചി കട്ടൻ ചായ ഇട്ട് വന്നു. പിന്നെ അതും കുടിച്ച് പണി തുടങ്ങി. കാരണന്മാരുള്ള വീട്ടിലെ മെയിൻ പ്രശ്നമാണ് ക്ലീൻ ആക്കുമ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ അവരത് എടുത്തു വെക്കും. പിന്നീട് അവരത് ഉപയോഗിക്കുമില്ല. ഇങ്ങനത്തെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മ ആദ്യം ചെയ്യേണ്ടത് ഇവരെ തമ്മിൽ തെറ്റിക്കണം. അങ്ങനെ അപ്പുണിനെ ശൈലി ചേച്ചിനെ തമ്മിൽ നമ്മ തെറ്റിച്ച് പണി തുടങ്ങി കഴിഞ്ഞപ്പോ ഒരു മൂട് കപ്പ് കിട്ടി. അത് ഞാൻ അപ്പുണിനെ കൊണ്ട് തന്നെ പറപ്പിച്ച്. അപ്പുണിയുടെ നാളിന്റെ ചെടി ആയതുകൊണ്ട് അത് പറിച്ചപ്പോ ചെക്കൻ ഹാപ്പിയായി. കുറച്ച് കഴിഞ്ഞപ്പോ ചായ കുടിക്കാൻ സമയമായി. ഇപ്പൊ ഏത് വീട്ടിൽ ചെന്നാലും ചായക്കൊരു ക്ഷാമില്ല. ഇന്നാണെങ്കിൽ ചായക്ക് പുട്ടും പയറും പപ്പടമൊക്കെയാണ്. അങ്ങനെ ആ മുച്ചയുടെ പണിയൊക്കെ തീർത്ത് അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ അമ്മ അടുക്കളയിൽ എടുക്കത്ത പണി. കൃഷ്ണൻ ചേട്ടനാണെങ്കിൽ കോഴിക്കോട് അടിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ തക്കാളിക്ക് വെള്ളം ഒഴിച്ചപ്പോ അമ്മതെ അച്ഛനും എനിക്ക് ചായ ഇട്ട് വന്നു. അങ്ങനെ അതും കുടിച്ച് ഞാനും അച്ഛനും കോഴിക്കോടിന് പല എടുക്കാൻ പോയി. അച്ഛൻ അർബാനുകളും ഞാൻ വീഡിയോ എടുത്ത് പുറകിടക്കും. അതായിരുന്നു പണി. പോണഴി കണ്ണായൊക്കെ കലങ്കുമ്പിരിക്കണം. കൊച്ചപ്പൻ ചേട്ടന്റെ ചീരൊക്കെ നല്ലോണം വളർന്നിട്ടുണ്ട്. പാപ്പച്ചന്റെ വീട് പണി ഏകദേശം കഴിയാറായി. ഇത് കഴിഞ്ഞിട്ട് വേണം ഡീപ്പ് ക്ലീനിങ് പിടിക്കാനായിട്ട്. അങ്ങനെ അങ്ങ് പലയൊക്കെ എടുത്ത് തിരിച്ചു വന്നപ്പോ പപ്പും പിള്ളേരും ക്യാരം കളിക്കണം. അങ്ങനെ അവരുടെ ഒപ്പം കുറച്ച് നേരം കളി. നല്ല ഉന്നതുകൊണ്ട് ഒരെണ്ണം പോലും കുഴിയിലോണില്ല. അങ്ങനെ പല കൊണ്ട് വീട്ടിലിട്ട് അപ്പോഴേക്കും അമ്മ മാങ്ങ ജ്യൂസ് ആയിട്ട് വന്നു. വീട്ടിൽ എന്തെങ്കിലും പണിയുള്ളപ്പോ അമ്മയുടെ മെയിൻ പരിപാടിയാണ് എന്തെങ്കിലുമൊക്കെ വെള്ളം കലക്കി കൊണ്ടുവരില്ലേ. അങ്ങനെ അതും കുടിച്ച് അച്ഛനും ഞാനും ചരിഞ്ഞു.